ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡാൽ കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ ഡാൽ പരിപ്പ് നന്നായി കഴുകിയെടുത്തത്, സവാള, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, കരിവേപ്പില, ഇത്രയും മതിയാകും ഇതുണ്ടാക്കാനായിട്ട്. നമുക്ക് ആദ്യമായിട്ട് ഡാൽ പരിപ്പും സവാളയും തക്കാളി, പച്ചമുളക്, കരിവേപ്പില എന്നിവയും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് ഒരു വിസിലടിപ്പിക്കാം. ഒരു 3 to 4 വിസിൽ മതിയാകും ഇത് വെന്ത് കിട്ടാനായിട്ട്. അതോടൊപ്പം തന്നെ എരി ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ഒരല്പം ചേർത്ത് കൊടുക്കാം. അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒഴിവാക്കിയാലും നമുക്ക് ടേസ്റ്റോടുകൂടി തന്നെ ഡാൽ കറി കിട്ടും. പരിപ്പ് ഏത് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുത്ത് അതിൻ്റെ 3 ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് നമുക്ക് വിസിലടിപ്പിക്കാം. പരിപ്പ് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് കഴുകി അങ്ങ് എടുക്കുകയാണ്. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വിസിൽ വന്നു. ഒരു 4 വിസിൽ അടിച്ച ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല കുറുകിയ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് പാകത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ വെള്ളം നമുക്ക് തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. വെള്ളം കൂടി പോകാതിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, കരിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടിവകകൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരല്പം മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി എന്നിവ കൂടി ചേർത്ത് ഇളക്കിയ ശേഷമാണ് ഞാനിത് യോജിപ്പിക്കുന്നത്. കടുക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് അപ്പം തന്നെ ഇളക്കാൻ പാടില്ല. നമ്മൾ 2-3 മിനിറ്റ് അനക്കാതെ വെച്ച ശേഷം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ ഡാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തി, പൂരി എന്നിവയ്ക്കൊപ്പമൊക്കെ വളരെ ബെസ്റ്റായിട്ടൊരു ഓപ്ഷനാണ്. അതുമാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിന്ന് പൂരിയോടൊപ്പമാണ് ഡാൽ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയും ഡാൽ കറിയും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.